വെള്ളാപ്പള്ളി നടേശന് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരം പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിയമ പോരാട്ടത്തിനൊരുങ്ങി SNDP സംരക്ഷണ സമിതി. പുരസ്കാരം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന ആഹ്വാനവുമായി സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ. ഇന്ന് മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ കാണാനെത്തിയത് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തതും ഈ സമൂഹം മുഴുവൻ ചർച്ച ചെയ്തതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാനാണ്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയാണ് പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരതരത്നവും പത്മശ്രീയും. ആ അവാർഡുകൾ കൊടുക്കുന്നതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അവാർഡ് നിർണയ കമ്മിറ്റി ആ ക്രൈറ്റീരിയ പരിശോധിക്കുകയും ആ ക്രൈറ്റീരിയയ്ക്കകത്ത് നിന്നുകൊണ്ട് ആരെയൊക്കെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് ആ നോമിനേഷനെ സംബന്ധിച്ച് ഇൻ്റലിജൻസിൻ്റെ സമ്പൂർണമായ വളരെ ശക്തമായ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരാളിനെ ഈ അവാർഡ് നിർണ്ണയിക്കുവാൻ സ്വാതന്ത്ര്യാനന്തരം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ക്രൈറ്റീരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, significance of charge sheets. If a person has been charge sheeted, it means the police have found prima facie evidence of a crime. While not a conviction, it is a significant adverse report that the Padma Awards Committee generally reviews. ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ CC 50/2021 എന്ന് പറയുന്ന കൊല്ലം CJM കോടതിയിൽ നിലവിലുള്ള ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട സെക്ഷൻ 420 ചീറ്റിംഗ്. ഇപ്പൊ ചീറ്റിംഗ് കേസിലോ ഫ്രോഡ് കേസിലോ ഉൾപ്പെട്ട ഒരാൾക്ക് കൊടുക്കുവാൻ പാടില്ല എന്ന് ക്രൈറ്റീരിയ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ 420യും അതുപോലെ ഫ്രോഡും ഒക്കെ അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകൾ എഴുതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസിലെ പ്രതി. അതോടൊപ്പം തന്നെ മൈക്രോ ഫിനാൻസ് കേസ് 21 മൈക്രോ ഫിനാൻസ് കേസുകളിൽ കുറ്റപത്രം തയ്യാറായി കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ആ കോടതിയുടെ സർവിലൻസ് സൂപ്പർവിഷനിൽ നടക്കുന്നൊരു അന്വേഷണം, ആ കോടതിയുടെ സൂപ്പർവിഷനിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചാണ് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് കൊടുക്കാൻ മാത്രമുള്ള നടപടിക്രമം മാത്രമേ ഉള്ളൂ. ആ കേസിലെ പ്രതി 21 കേസിലെ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. നിരവധി FIRകൾ വേറെയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ചേർത്തലയിൽ SNTRUSTന്റെ യോഗം നടന്നുകൊണ്ടിരിക്കുക, ബോർഡ് മീറ്റിംഗ്. ഇതുപോലുള്ളൊരു ബോർഡ് മീറ്റിംഗ് 2014 നടന്നപ്പോൾ അന്നത്തെ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ് അവിടെ അഡ്മിഷനെ സംബന്ധിച്ചും നിയമനത്തെ സംബന്ധിച്ചും അഴിമതിയെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതിന് ആ വക്കീലിനെ മൃഗീയമായി ഉപദ്രവിച്ചു. ആ മൃഗീയമായി ഉപദ്രവിച്ച കേസിലെ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ കേസ് ഇന്ന് ആലപ്പുഴ കോടതിയിൽ നിലനിൽപ്പുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ സ്വന്തം കൂടപ്പിറപ്പായി കൊണ്ടു നടന്ന് അദ്ദേഹത്തിന്റെ കള്ള് ഷാപ്പ് നടത്തിയ കാലഘട്ടത്തിൽ, ചാരായ ഷാപ്പ് നടത്തിയ കാലഘട്ടത്തിൽ ആ ഗോഡൌണിന്റെ മാനേജരായിരുന്ന KK മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം, അയച്ചു തരാം ഞങ്ങൾക്ക്. ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന് വായിക്കുന്ന ഒരാൾക്ക് ഇത്രമാത്രം വളരെ മോശമായ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും കാണില്ല. അല്ലെങ്കിൽ ഈ ആത്മഹത്യാക്കുറിപ്പിനെതിരായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി അദ്ദേഹം എടുത്തില്ല. അത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രാജ്യദ്രോഹ കുറ്റമായ അനധികൃത വയർലെസ് സെറ്റ് കേസിൽ പ്രതിയായിരുന്നു. ഇത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ഇപ്പോഴും ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആൾക്ക് ഈ പത്മ ബഹുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെയാണ് അപമാനിച്ചത്. ഈ രാജ്യത്തെ അപമാനിച്ചു. പത്മ അവാർഡിനെ അതിനിഷ്ഠൂരമായ രീതിയിൽ, അതിമോശമായ രീതിയിൽ
ആ അവാർഡിനെ പോലും മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ച വെള്ളാപ്പള്ളി നടേശൻ. ആ പത്മ അവാർഡിനെ പറ്റി എന്താ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണും. ആർക്ക് വേണം, ഏത് പട്ടി പോലും ഇത് വാങ്ങിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഒരു പട്ടിക്കും വേണ്ടാത്ത അവാർഡാ ഈ പത്മ അവാർഡ്. ആ അവാർഡ് എനിക്ക് തന്നാ വാങ്ങിക്കില്ല, ആർക്ക് പണം കൊടുക്കുന്ന ആർക്കും കിട്ടുന്ന അവാർഡാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിനെതിരായി രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത്. അയാൾക്കെതിരായി ക്രിമിനൽ കേസ് എടുത്ത് ജയിലിലടക്കേണ്ട വ്യക്തിക്ക് പത്മഭൂഷൺ നൽകി ആദരിച്ച ആ നടപടിക്രമം അതാരായാലും ശരി അവർ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അവാർഡിനെ അപമാനിച്ചു, രാജ്യത്തെ അപമാനിച്ചു. ആ രാജ്യത്തെ അപമാനിക്കുവാനും അതോടൊപ്പം തന്നെ അവാർഡിനെ അപമാനിക്കുവാനും കാശ് കിട്ടിയാൽ എന്തും കാണിക്കുന്ന ഒരു ഭരണകൂടമായി കേന്ദ്ര സർക്കാർ മാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പണം കൊടുത്താണോ വെള്ളാപ്പള്ളി നടേശൻ ഇത് വാങ്ങിയത്? വെള്ളാപ്പള്ളി നടേശൻ പറയണം, എത്ര പണം കൊടുത്തു എന്ന് പറയണം. കാരണം പണം കൊടുത്താൽ കിട്ടുന്നതാണെന്ന് പറഞ്ഞ വ്യക്തിയായതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ആ അഭിപ്രായമില്ല. ഞങ്ങൾ രാജ്യത്തിന്റെ പൗരന്മാരാണ്, അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഈ അവാർഡിൽ ഏത് സമയം വേണമെങ്കിലും പ്രസിഡന്റിന് പിൻവലിക്കാം. അത് ഈ ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട്. Annulment of awards. The President of India retains the right to cancel and annul the award if the recipient is found involved in misconduct or if the antecedents were not fully known at the time of the award. അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ SNDP സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഹോം മിനിസ്റ്റർക്കും ക്യാബിനറ്റ് സെക്രട്ടറിക്കും ഹോം സെക്രട്ടറിക്കും ഉൾപ്പെടെ ഞങ്ങൾ ഇത് പിൻവലിക്കണമെന്ന് കാണിച്ച് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരാഴ്ചക്കുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ SNDP സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്ഭവന്റെ മുന്നിൽ ശ്രീനാരായണ സംഘടനകളെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ധർണ നടത്താൻ പോവുകയാണ്. യാതൊരു കാരണവശാലും ഈ രാജ്യത്തെ ഒരു പൗരനും ചോദിക്കേണ്ടതാണ്. കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രത്തെ വിൽക്കരുത്, അവാർഡുകളെ വിൽക്കരുത്. അതൊക്കെ നാളെയും ഈ രാജ്യം വേണം. ഈ അവാർഡിനൊക്കെ നാളെയും മൂല്യം വേണം. ആ മൂല്യമുള്ള അവാർഡിനെ അവഹേളിച്ച ആരായാലും ശരി അവർക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം തന്നെയാണ്. ആ രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്നത് ആരായാലും ശരി അവർക്കെതിരായി നടപടി ഉണ്ടാകണം, 100% ഉണ്ടാകണം. അതുകൊണ്ട് ഒരു കാര്യം കൂടി, ആരാണ് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾക്ക് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. ഇവിടെ ഇദ്ദേഹത്തിന്റെ കേസുകളെ സംബന്ധിച്ച് LTT ബന്ധമുണ്ടായിരുന്ന ഒരാളാണെന്ന് KK മഹേഷിന്റെ ആത്മഹത്യ പറയുന്നേ. LTTക്ക് ഡീസൽ അടിച്ചു കൊടുത്ത് അതിൽ നിന്നും പണം പറ്റി. ആ പണം പറ്റിയതിനു ശേഷം അതിനെ തമ്മിൽ തർക്കമുണ്ടാകുകയും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന KLY 4444 എന്ന് പറയുന്ന കാർ അതിന്റെ ചുരുളഴിച്ചാൽ ഒരുപാട് കഥകൾ വെളിയിൽ വരും. KLY 4444 അംബാസഡർ കാർ, അതാര് കൊണ്ടുപോയി, അതെവിടെയാണ്? അത്രമാത്രം ഗുരുതരമായ ഒരു കുറ്റവാളിക്ക് രാജ്യത്തിന്റെ പരമോന്നത അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഓരോ പൗരനെയും അവഹേളിക്കുകയാണ്. കളിച്ചുളങ്ങര ക്ഷേത്രത്തിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവച്ച് ആ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എടുത്തുകൊണ്ടുപോയി അത് യഥേഷ്ടം ഉപയോഗിച്ചു. ക്ഷേത്രത്തിന്റെ ലോക്കറിൽ ഇരിക്കുന്നത് സ്വർണം അമ്പലത്തിൻ്റെതല്ലേ? അമ്പലത്തിന് സ്വർണം കെട്ടവനല്ലേ? അമ്പലക്കള്ളനല്ലേ? ഒരു അമ്പലക്കള്ളന് രാജ്യത്തിന്റെ പരമോന്നത അവാർഡ് കൊടുക്കുന്നു. ഇതേ രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെതിരായി പ്രതികരിച്ചില്ലെങ്കിൽ ഈ ഇന്ത്യയുടെ പൗരനായി ജീവിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ അക്കാര്യം ഞങ്ങളുടെ ഇതിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ നടപടി പിൻവലിച്ചില്ല എങ്കിൽ രാജ്ഭവന്റെ മുന്നിൽ ഞങ്ങൾ ധർണ നടത്തും. അതിനുശേഷം രാഷ്ട്രപതി ഭവന്റെ മുന്നിൽ ധർണ നടത്തണമെണ്ടി വന്നാൽ അതിനും ഞങ്ങൾ തയ്യാറാകും. ഈ അവാർഡ് പത്മഭൂഷൺ വിഭൂഷൺ അവാർഡ് കൊടുത്ത ആർക്കാ? ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ.
പത്മഭൂഷൺ കൊടുത്തത് വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങളിപ്പോൾ ഹാജരാക്കുന്ന ഈ 124 ക്രൈം കേസുകളിലെ സിവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തില്ല. അച്യുതാനന്ദൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് ചാർജ് ചെയ്ത് 1-ാം പ്രതി അദ്ദേഹം. ആ കേസ് കൊടുത്തത് അച്യുതാനന്ദൻ സാറ്. അപ്പോൾ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഇര, അല്ലെങ്കിൽ വാദി അല്ലെങ്കിൽ പ്രതി. അച്യുതാനന്ദൻ സാർ വാദി, നടേശൻ പ്രതി, അല്ലെങ്കിൽ അച്യുതാനന്ദൻ സാർ വേട്ടയാടി എന്നാണ് പറയാം രക്ഷപ്പെടണമെങ്കിൽ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ ഇവിടെ വലിയൊരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഈ അവാർഡിൽ പ്രധാനപ്പെട്ട വിഷയം അച്യുതാനന്ദനാണ് വെള്ളാപ്പള്ളിക്ക് പരാതി കൊടുത്തത് ഇല്ലേ. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ വേട്ടക്കാരൻ പറയാൻ അച്യുതാനന്ദൻ എന്നെ വേട്ടയാടിയെന്ന് അദ്ദേഹം പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അച്യുതാനന്ദന് കൊടുക്കാൻ പറ്റുമോ? വെള്ളാപ്പള്ളി പറഞ്ഞ് വേട്ടയാടലാണെങ്കിൽ അദ്ദേഹം പ്രതിയാണ്. അപ്പോൾ ഈ നമ്മൾ പ്രധാനപ്പെട്ട സാർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫ്രോഡ് കേസിൽ പെട്ട ആൾക്കാർക്ക് ഒരു കാരണവശാലും ഇതിൽ കടന്നു വരാൻ പാടെന്ന് പറയുന്നുണ്ട്. തന്നെ ഇത് നമ്മുടെ ഈ ഫ്രോഡിനെ കുറിച്ച് പറഞ്ഞ വൈറ്റ് കോളർ വെട്ടിപ്പെന്ന്, അതായത് വൻകിടക്കാർ നടത്തുന്ന വെട്ടിപ്പാണ് ഈ സാമ്പത്തിക തട്ടിപ്പുകളും തിരിമറിയും. അതിൽ വരുന്നവർ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന നിയമത്തിൽ പ്രത്യേകം പറയുമ്പോഴത്തേക്ക് സാമ്പത്തിക തട്ടിപ്പെട്ട് 124 കേസുകളിൽ 1-ാം പ്രതിയായ വെള്ളാപ്പള്ളി നടേശന് കൊടുത്താണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ലക്ഷ്യം വേണ്ടേ? എന്താ വേണ്ടത്? എന്തെങ്കിലും ഒരു സന്ദേശം. എനിക്കറിയേണ്ടത് ഈ ഗവൺമെൻറ് എന്ത് സന്ദേശം കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് എന്നറിയേണ്ടത്. ഇതല്ലേ പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നലെ നമ്മുടെ സുകുമാരൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. സുകുമാരൻ നായർ സാർ പറഞ്ഞിരും. ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് 2 പ്രാവശ്യം വെട്ടിവെച്ചിരിക്കുന്നു. ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 150 കോടിയുടെ ആന്ധ്രയിലെ അല്ലെങ്കിൽ തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവുവിൻ്റെ കൊടുത്തൊരു തട്ടിപ്പ് കേസ് ഓർമ്മയുണ്ടോ? ഒരു MLA-മാരെ തട്ടിക്കൊണ്ടുപോയത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും പിന്നെ പ്രതി ആരാണ്? സന്തോഷ്. ഇപ്പം ആ കേസ് ആരും തിരക്കില്ല. അത് ഒരു CBI കൊണ്ട കേസാണ്. ആ കേസ് കൊണ്ട് കുഴിയിലാക്കിയത് ആരാ? BJP വെട്ടിലഴിച്ച ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. ഇപ്പോൾ 2-ാം കൊണ്ട് വെട്ടിലിരിക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുമ്പോൾ, കാരണം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണല്ലേ ഇത്. സുകുമാരൻ സാർ വ്യക്തമായിട്ട് പറഞ്ഞെന്താ, എന്തുകൊണ്ടാണ് ഞാൻ പിൻവലിക്കാൻ കാരണം പറഞ്ഞെന്താ, എന്നെ വെച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിച്ചു. അതായത് സുകുമാരൻ സാറിൻ്റെ വില പറയുകയല്ലേ ചെയ്തു. ശരിക്കും പറയാം NSSന് വില പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അല്ലേ ചെയ്യുന്നല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ വരികളുടെ വായിച്ചാൽ പറയും എന്ത് കാര്യം, ഈ അവാർഡ് പ്രഖ്യാപിച്ച എന്തിനു വേണ്ടിയാണ്? എന്നെ വിലക്കെടുക്കാനാണ്. ശരിക്കും പറയാം ഇത് വലിയ ശരിക്കും പറയാം ഇതൊരു വിൽറ്റിരിക്കുക അവാർഡ്. ശരിക്കും ഈ ഒരു പരമോന്നത പദവി അഴിമതിയിലേക്ക് വന്നിരിക്കുകയാണല്ലേ. ആ അഴിമതി വന്നല്ലേ ശരിക്കും സുകുമാരൻ സാറിൻ്റെ വരികൾ നിങ്ങൾ വായിച്ചാൽ എന്താ മനസ്സിലാന്താ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവാർഡ് കാണിച്ചുകൊണ്ട് എന്നെ മുതലെടുക്കാൻ ശ്രമിച്ചില്ലേ. അതായത് ശരിക്കും ഒരു കൈക്കൂലി, ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ കൊടുത്ത കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഒരു അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ആംഗിൾ ചിന്തിച്ച് നോക്കും. അപ്പോൾ അതുപോലെ തന്നെ SNDP ഇനി ഒരു നല്ല വശം പറയുകയാണെങ്കിൽ 35 ലക്ഷത്തോളം വരെ SNDPക്കാർക്ക് വേണ്ടിയാണെങ്കിൽ ഈ സമുദായത്തെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. SNDP യോഗത്തിൻ്റെ ആഫീസ് ജപ്തിയിലാണ്. SNDPക്കാർ 2003 ആനുകൂല്യം കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ തലത്തിലും. അതുപോലെ SNDPയുടെ ഒരു സ്ഥലത്ത് പോലും തെരഞ്ഞെടുപ്പ് അധികാരമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സുകുമാരൻ നായർ സാറിന് കൗൺസിൽ കൂടാൻ പറ്റിയത്? SNDPക്ക് ഇല്ല കൗൺസിൽ. 2019 ശേഷം വെള്ളാപ്പള്ളി അനധികൃതം അധികാരത്തിരിക്കുകയാണ്. ഈ അനധികൃതമായി അധികാരത്തിരിക്കുന്ന ഒരാൾ നിയമവിരുദ്ധമായി തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത് ഈ പരിപാടിക്ക് വേണ്ടി വലിയൊരു അഴിമതിയാണ്. ശരിക്കും പറയാൻ ഗവൺമെൻറ് കൊടുത്തുവാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് അഴിമതിയായിട്ട് കണക്കാവുന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വായിച്ചാൽ. എല്ലാ രേഖകളും ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പഴയ രേഖകളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. തീർച്ചയായും ആ കോടതിയിൽ പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഇന്ന് കേരള ഗവൺമെൻറ് ഞങ്ങൾ ഇത് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇന്ന് അവർ പറഞ്ഞത് കേരളം നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന്. കേരളം നോമിനേഷൻ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ IB എന്ത് റിപ്പോർട്ടാണ് കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. കോടതി വരുമല്ലോ ഇതെല്ലാം. ആരൊക്കെയാണ് നോമിനേഷൻ ഇത് വന്നതെന്നും അറിയാം. ഇത് കോടതി വരട്ടെ. ഇന്ത്യയുടെ എത്ര കോടി, 140 കോടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാണ് കൊടുക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയല്ല. ആ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ജനങ്ങളുടെ പരമോന്നതമായ ബഹുമതിയാണെന്നേ. ആ ജനങ്ങൾ കൊടുക്കുന്ന പരമോന്നത ബഹുമതി ഒരു സന്ദേശമാണ്. ഇവിടെ ടെസി തോമസ് നമുക്കറിയാം, ഇന്ത്യയുടെ അഭിമാനമായ സയന്റിസ്റ്റ്, ആലപ്പുഴക്കാരിയാണ്. എത്രയോ ചാന്ദ്രയാൻ ദൗത്യത്തിൽ പങ്കെടുത്ത ഈ കേരളത്തെ പോയി സയന്റിസ്റ്റുകളിൽ അപൂർവമായിട്ട് ഒരു ലേഡി എന്തേ അവർക്ക് കൊടുത്തില്ല? എത്രയോ സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് മഹത്തായ സന്ദേശം കിട്ടുന്ന എത്രയോ ആളുകളെ ഇത് കൊടുക്കാം. അതിന് പകരം ഒരു സമൂഹം വെറുക്കുന്ന കഴിമതിക്കാരൻ, കുറ്റവാളി, എത്രയോ കേസിൽ പ്രതി, അതൊക്കെ അയാൾക്ക് അവാർഡ് കൊടുത്തിട്ട് വോട്ട് നേടാമെന്ന് വിചാരിച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശതമാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ ചുമന്ന ഈ അവാർഡ് കൊണ്ട് മാത്രം ആരാണോ അത് ചെയ്തത് ആ ചെയ്തവർക്കെതിരായി ഈ ശ്രീനാരായണ സമൂഹം വിധി എഴുതുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും, ഈ സമൂഹത്തെ എത്തിക്കും.